നമസ്കാരം. വിഷുഫലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. 1199 ആണ്ട് മേടമാസം 1-ാം തീയതി 2024 ഏപ്രിൽ മാസം 14-ാം തീയതി തൊട്ട് ഒരു വർഷക്കാലം, അതായത് മീനമാസം വരെ വരുന്ന കാലഘട്ടമാണ് വിഷുഫലം. വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ്. കാരണം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ്. മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുന്നത് ജനുവരി തൊട്ടാണ്. ഇപ്പോൾ ജ്യോതിഷ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ വർഷാരംഭം സൂര്യനെ ആസ്പദമാക്കിയാണ് സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ്റെ മാറ്റത്തിനനുസരിച്ച് സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടമാസം 1-ാം തീയതി തൊട്ട് ശരിക്കും വാർഷിക ഫലമായിട്ട് നമ്മൾ പറയുന്നതിന് കാരണം. അപ്പോൾ 12 രാശിയിലുള്ളവർക്ക് വിഷുഫലം എങ്ങനെയാണ്? വിഷുഫലത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിഷു കൈനീട്ടമാവട്ടെ എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട്. മകരം രാശി ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങുന്ന രാശിയാണ് മകരം രാശി. മകരം രാശിക്കാർക്ക് കഴിഞ്ഞ പീരീഡുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല സമയമാണ്. നല്ല സമയം എന്ന് പറയുമ്പോൾ 7 ശനിയുടെ അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 വർഷമുള്ളതിൽ 6.5 വർഷവും പിന്നിട്ട് പോയി നിങ്ങൾക്ക് ഈ രാശിക്കാർക്ക്. അപ്പോൾ ശനിയുടെ ശക്തി കുറഞ്ഞു. അവസാന സമയത്ത് വലിയ ദോഷഭാവമൊന്നും ശനി ചെയ്യത്തില്ല. മറ്റ് 2 ഘട്ടങ്ങളിലായിട്ട് ഇല്ലാതാക്കിയത് അവസാന ഘട്ടത്തിൽ നേടിത്തരും. മറ്റൊന്ന് 5-ൽ വ്യാഴം വന്നിരിക്കുകയാണ്. ഭഗവാന്റെ സ്ഥാനം, 5 എന്ന് പറഞ്ഞാൽ ദേവസ്ഥാനം, ദേവസ്ഥാനത്തേക്ക് ഗുരു വന്നിരിക്കുകയാണ്. അപ്പോൾ ദേവനായി ഗുരു നിൽക്കുന്ന സമയമാണ്. ഗുരു ദേവനായി നിന്നാലോ നമ്മൾ മറ്റൊരു ദേവനെ ഭജിക്കണ്ട, ഗുരുവിനെ ഭജിച്ചാൽ മതി. ഗുരു അത്രയ്ക്ക് നമ്മളെ നോക്കിക്കോളും. അതുപോലെ സന്താന പുരോഗതിയെ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി വിഷമിച്ച് നിൽക്കുന്ന പേരൻസ് മക്കൾക്ക് അയ്യോ വിദ്യാഭ്യാസം ശരിയാവും, അഡ്മിഷൻ കിട്ടുമോ, നല്ലൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോകാൻ പറ്റുമോ ഒന്നും ചിന്തിക്കണ്ട. ധൈര്യമായിട്ട് അവരെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വിദ്യാഭ്യാസം കിട്ടും. അതുപോലെ സന്താന ലബ്ധിയില്ലാതെ വിഷമിച്ചിരിക്കുന്നവർ, കല്യാണമൊക്കെ കഴിച്ച് ഒരുപാട് കാലങ്ങളായി, പലവിധ പരിഹാരങ്ങൾ ചെയ്തു, മക്കളായില്ല. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന മകരരാശിക്കാർക്ക് സൽസന്താനം ജനിക്കും, നല്ല സന്താനത്തിന് ജന്മം കൊടുക്കും. അതുപോലെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, പ്രശസ്തി വന്നു ചേരും. പ്രശസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പലതരത്തിലുള്ള അംഗീകാരങ്ങൾ, മറ്റത് നമ്മൾ നല്ലത് ചെയ്താലും അംഗീകരിക്കപ്പെടാതിരിക്കുന്നത്, നമുക്ക് അംഗീകാരങ്ങൾ വന്നു ചേരും. ഇങ്ങനെ വളരെ സന്തോഷപ്രദമായ ഒരു അവസ്ഥ നിൽക്കുന്നതാണ് ശരിക്ക് മകരം രാശിക്കാർക്ക്. മകരം രാശിക്കാർക്ക് ഈ വിഷുഫലം ഭാഗ്യദായകം തന്നെയാണ്. എല്ലാ പ്രേക്ഷകർക്കും വിഷുഫലം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.